ഹലോ, ഞാനിന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ എന്തായാലും കൊച്ചുമോന് ചോറ് കൊണ്ടുപോകണം. അതിന് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുക. അപ്പോൾ അത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതി. അതിനുള്ള സാധനങ്ങളാണ് കുറച്ച് തേങ്ങ, 2 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 തക്കാളി. ഈ ചെറിയ ഉള്ളി ഇതും കൂടി ഞാൻ അരയ്ക്കാൻ പോവാം, തേങ്ങ കൂടെ അരയ്ക്കാൻ പോവുകയാണ്. 2 ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം സബോള, ഒരിച്ചിരി ഇഞ്ചി, ഒരു പച്ചമുളക്. ഇത്രയും സാധനമാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് രാവിലെ താമസമൊക്കെ എഴുന്നേറ്റ് പോയാലും ഒരു കറി ഉണ്ടാക്കി ചോറ് ഉണ്ടാകേണ്ട സൗകര്യത്തിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോൾ നമ്മുടെ പരിപാടി തീരുക. നമുക്ക് ആ തേങ്ങയൊന്ന് അരച്ച് ആ ചെറിയുള്ളിയും തേങ്ങയും കൂടെ അരച്ച് കൊണ്ടുവരിക. പിന്നെ ഞാൻ എടുക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ താമസിച്ച് പോയി എഴുന്നേറ്റപ്പോൾ. അപ്പോൾ മോന് പോകുകയും കൊച്ചുമോന് പോകുകയും വേണം. അപ്പോൾ അവന് വേഗം കറി ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അതെനിക്ക് ഭൂരിക്കും കൂട്ടാ, ചോറിനും കൊടുത്തു വിടാം. ഭൂരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെ ചായക്ക്. അപ്പോൾ ഭൂരിക്കും ആവും, ചോറിനുള്ള കറിയാവും. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തിയും ഒരു ചെറിയ തോരനും ഒരു അച്ചാറും ഒക്കെ മതി. അതെല്ലാം കൂടെ ആക്കി ഉച്ചക്കത്തേക്കുള്ള ചോറ് കൊടുത്തു വിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഞാൻ സബോള ഇട്ട് കൊടുക്കുന്ന പാത്രത്തിലേ തന്നെ ആ സബോള ഒന്ന് വഴന്ന് വരട്ടെ. ആ സബോള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അടുത്ത് ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സബോള ഒന്ന് വഴന്ന് വരണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന കറികളാണ്. വെറും 2 തക്കാളി വീട്ടിലുണ്ടെങ്കിൽ ഒരു കഷ്ണം സബോളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി വെച്ച് കൊണ്ടാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇച്ചിരി താമസിച്ച് പോയി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ കറിയാകും. ഉപ്പൂടി ഇട്ടാൽ പെട്ടെന്ന് അതങ്ങ് മൂത്ത് കിട്ടും. അതിനാണ് ഇച്ചിരി ഉപ്പൂടി ഇട്ടത്. ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ശരിക്കും അങ്ങ് മൂക്കണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അതിനകത്തേക്ക് ഇനി നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരട്ടെ. ചുമന്ന് വരുന്ന സമയത്താണ് നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഉണ്ട്. കാരണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് മൂത്ത് വരണമല്ലോ, അതിനാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആ മഞ്ഞൾപ്പൊടി ഒന്ന് ശരിയാവുന്നു. ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടിയും, ആ മുളക് പൊടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് മുളക് പൊടി ഇടുക. ഇത് രണ്ടിനും ഭൂരിക്കും കൂട്ടാം, നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാം, ചോറിന് കറിയായിട്ട് കൊണ്ടുപോകാം. ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കറി കൊണ്ട് തന്നെ 2 കാര്യങ്ങൾ നടക്കും. അതിനാണ് ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂണിൽ പകുതി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുറച്ച് മുളക്, ഒത്തിരി എരിവ് വേണ്ട. നമ്മളൊരു പച്ചമുളക് കൂടെ ഇതിനകത്ത് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് കൊണ്ട് ഇഞ്ചിയുണ്ട്. കുറച്ചൊരു മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കിട്ടും. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് വേണം. അത് നേരം മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് വേണം നമുക്ക് തക്കാളി ചേർക്കാൻ. തക്കാളി നല്ലോണം വഴന്ന് വരണം. തക്കാളി വഴന്നതിന് ശേഷമാണ് നമുക്ക് തക്കാളി ഇടാൻ പറ്റുന്നത്. തക്കാളി, ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് വഴറ്റാം. ഉപ്പിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വഴന്ന് വരും. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഈ കറി. ഇതൊക്കെ നിങ്ങൾ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ചെയ്ത് കണ്ടു പഠിച്ചാൽ അവർക്ക് ഉപകാരപ്പെടും. നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും നമ്മൾ കറിക്കകത്ത് എടുത്ത് ഒഴിക്കരുത്. ഒരു കറിക്കകത്ത് ഒഴിക്കരുത് പച്ചവെള്ളം. നമുക്ക് കുറച്ച് എപ്പോഴും ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. തക്കാളി ഒന്നും കൂടെ വഴണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കാവുള്ളൂ. പച്ചവെള്ളം എടുത്ത് ഒരു കാരണവശാലും നമ്മൾ കറിക്കകത്ത് ഒഴിക്കരുത്. പച്ചവെള്ളം എടുത്ത് കറിക്കകത്ത് ഒഴിച്ചാൽ ആ കറിയുടെ ടേസ്റ്റേ പോകും. ഇത് ചൂടുവെള്ളമാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തിളയ്ക്കുകയും ചെയ്ത് കറിയുന്നു. തേങ്ങ അരപ്പും കൂടെ അങ്ങ് ചേർക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഒരു കറി റെഡിയായി. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് ഉപ്പ് കൂടെ ഇച്ചിരി പാകത്തിനൊക്കെ ചേർത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഓഫാക്കുകയും വേണം. ഒത്തിരി നേരം കിടന്ന് വെട്ടി തിളയ്ക്കാൻ സമ്മതിക്കരുത്. ഒരു 2 കറിവേപ്പിലയും ചേർത്തതിനകത്ത് കറി റെഡി. ഇതാണ്, ഇത്രയേ ഉള്ളൂ. രാവിലെ തന്നെ ഞാനിന്നൊരു വീഡിയോ ഇടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പെട്ടെന്ന് എളുപ്പം ചെയ്യാവുന്ന ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. നമുക്കിത് നിസ്സാര നേരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് നല്ലപോലെ ആയി വരുന്നുണ്ട്. കറി നല്ല ടേസ്റ്റുമായി വരും. ടേസ്റ്റ് ഇല്ലയെന്നും വിചാരിക്കരുത്. പെട്ടെന്ന് തട്ടിക്കൂട്ട് കറി എന്നാണ് എൻ്റെ കൊച്ചുമോൻ എനിക്ക് പറയാറ്. ആദ്യമേ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ല കറി തട്ടിക്കൂട്ട് കറിയാണെന്ന് പറയും. എന്നാൽ നിർത്തുന്നു. നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.